ശ്രദ്ധിച്ച് കേട്ടോണേ. മിശ്ര ഭിന്നങ്ങളുടെ കൂട്ടലും കുറയ്ക്കലുമാണ്. കുറേ ചോദ്യങ്ങൾ കടല് പോലെ ചോദിക്കാറുണ്ട്. മിശ്ര ഭിന്നങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് ആദ്യത്തെ ചോദ്യം എടുക്കാവേ. ആദ്യത്തെ ചോദ്യം 3.5 + 1/4 കൂട്ടാനാണ്. ശരി, 3.5 + 1/4 കൂട്ടണം. മക്കളെ, 3.5 + 1/4 ഇത് തമ്മിൽ കൂട്ടാനാണ് ചോദ്യം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം, സാവകാശം. ഓക്കെ, നമുക്ക് 3.5 മുറിച്ചെഴുതാൻ പറ്റും അല്ലേ? 3.5 മുറിക്കുക എന്ന് പറഞ്ഞാൽ 3 + അര എന്നാണ്. സംശയം ഇല്ലല്ലോ മക്കളെ? ഇല്ല. ഈ പ്ലസ് ചിഹ്നം ഞാൻ എഴുതുവാണ്. പ്ലസ് 1/4 മുറിക്കാൻ പറ്റും. 1/4 മുറിക്കാൻ 1 + 4 എന്നാണ് മുറിക്കുന്നത്. അപ്പം ഇത് എഴുതിയതിൽ ആർക്കും സംശയമില്ല? ഇല്ല. ഇനി ഇവിടെ 2 തരം സംഖ്യകളുണ്ട്. ഒന്ന് 3ഉം 1ഉം പൂർണ്ണ സംഖ്യകളാണ്. അത് രണ്ടും കൂടെ കൂട്ടി 4 എന്ന് എഴുതി പ്ലസ് ഇട്ടു. ഈ പ്ലസ് ആണ് അവിടെ ഇട്ടത്. ഇനി 2 ഭിന്നസംഖ്യകൾ കിടപ്പുണ്ട്, ഒരു അരയും കാലും. അതിനെ ഒരുമിച്ച് അര പ്ലസ് കാലെന്നിടാം. ഈ പ്ലസ് ആണ് ഇപ്പൊ എഴുതി, ഈ പ്ലസ്. ഓക്കെ, അര പ്ലസ് കാലെന്ന് എഴുതാം. ഇത്ര ഓക്കെയാണ്. ശരി, ഇനി എനിക്കറിയാം ഈ 2 ഭിന്നസംഖ്യകൾ കൂട്ടാൻ. ഇത് അരയും പ്ലസും കാലും കൂട്ടാൻ വേണേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അരയും കാലും കൂട്ടിയാൽ മുക്കാലല്ലേ മക്കളെ? ഇത് ഏതാ? ഇത് അരയാണ്. ഇത് ഏതാ? ഇത് കാലാണ്. അരയും കാലും മുക്കാലാണെന്ന് അറിയാലോ. അപ്പൊ പിന്നെ വേറെ പരിപാടിക്കൊന്നും പോകണ്ട. 4 + മുക്കാല് എന്ന് വരും. മുക്കാൽ എന്ന് പറഞ്ഞാൽ 3/4 ആണ്. എനിക്കറിയാം ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും കൂടെ കൂട്ടേണ്ട വന്നാൽ ഇതിനെ ഒരുമിച്ച് ഒരു മിശ്ര ഭിന്നമാക്കി എഴുതാൻ പറ്റും. ശരിയല്ലേ? സോ 4 + മുക്കാൽ എന്ന് പറഞ്ഞാൽ 4/4 എന്ന് കിട്ടും. സോ ഈ ചോദ്യത്തിന്റെ ആൻസർ 4/4 ആണ്. ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും കൂടെ കൂട്ടേണ്ട വന്നാൽ അതിനെ ഒരുമിച്ച് മിശ്ര ഭിന്നമാക്കി എഴുതാൻ പറ്റുമെന്ന് മുമ്പേ പറഞ്ഞതല്ലേ ഉള്ളൂ. 4 ഒരു പൂർണ്ണസംഖ്യയാണ്, 3/4 ഒരു സാധാരണ ഭിന്നമാണ്. കുഞ്ഞുങ്ങളെ, ഇതിനെ രണ്ടിനെയും കൂട്ടി നമുക്കൊരു മിശ്ര ഭിന്നമാക്കി എഴുതാം. ഈ ചോദ്യത്തിന് ഉത്തരം 4/4 ആണ്. ചെയ്തത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് 3.5 ഇതിനെ മുറിച്ച് 3 + അര എന്നാക്കി. ഇത് 1/4 ഇതിനെ മുറിച്ച് 1 + 4 എന്നാക്കി. റെഡി? ഇനി ഈ 3ഉം ഈ 1ഉം പൂർണ്ണസംഖ്യകളാണ്. അത് കൂട്ടി ഞാൻ 4 എന്നാക്കി. ഈ അരയും ഈ കാലും ഭിന്നസംഖ്യകളാണ്. അതിനെ ഒരുമിച്ച് എഴുതി. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി അരയും കാലും കൂട്ടിയാൽ മുക്കാലാണ്. അതാണ് ഈ കാണുന്നത്. 4ഉം മുക്കാലും കൂടെ കൂട്ടേണ്ട വന്നാൽ, ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും കൂടെ കൂട്ടേണ്ട വന്നാൽ അതിനെ ചേർത്ത് ഒരു മിശ്ര ഭിന്നമാക്കി എഴുതാൻ പറ്റും. അപ്പൊ ഉത്തരം 4 + മുക്കാൽ 4/4 ആണ്. മക്കളെ, ക്ലിയർ ആണോ? വേഗം കമന്റ് ചെയ്തേ. പലതവണ പറഞ്ഞു തരാം, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. എനിക്ക് സ്വസ്ഥമായിട്ട് അറിയത്തില്ലാത്ത കുട്ടികൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് സമാധാനമായിട്ട് ക്ലാസ് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പറഞ്ഞ് മനസ്സിലായോ? പലപ്പോഴും അല്ലാതെ നമുക്ക് ഈ അറിയാവുന്നവരൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ തവണ പറയാനൊന്നും പറ്റാറില്ല. ഇത് എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ, എൻ്റെ സ്വന്തം ക്ലാസ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ സ്വസ്ഥമായിട്ട് സാവകാശം പറഞ്ഞു തരാം. അപ്പം നിങ്ങളെ എല്ലാവരെയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. എനിക്ക് ഒരു ധൃതിയില്ല, നമുക്ക് ആർക്കും ധൃതിയില്ല. നമ്മളെല്ലാം സാവകാശം വൃത്തിയായിട്ട് പഠിക്കും. അങ്ങനെ ധൃതിയുള്ളവർ ഇത് റെക്കോർഡായി കഴിയുമ്പോൾ സ്പീഡ് കൂട്ടി കണ്ടാൽ മതി. പറഞ്ഞ് മനസ്സിലായോ? സാവകാശം വൃത്തിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറിക്കോ. സാവകാശം വൃത്തിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം ഓരോ ചാപ്റ്റർ. ഞാൻ ഫ്രാക്ഷൻസ് കംപ്ലീറ്റ് തീർത്തിട്ടേ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നോട്ട് വൃത്തിയായിട്ട് എഴുതിക്കോണം. ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരും. അത് മുഴുവനും ചെയ്ത് തീർത്തിരിക്കണം. ഒരു ഉടായ്പും കൂടാതെ കൂടെ കൂടിക്കോണം. കേട്ടല്ലോ? ശരി, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ശരി, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇത് എൻ്റെ സ്വന്തം ചാനൽ, ഞാൻ സ്വസ്ഥമായിട്ട് എടുക്കും. ഓക്കെ മക്കളെ, ശരി. ഇവിടെ നോക്ക്, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. കേൾക്കുന്നുണ്ടല്ലോ? യെസ്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പം ഞാൻ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ചോദ്യം ഞാൻ തന്നേക്കാം. ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു. ഓക്കെ മക്കളെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2 നമുക്ക് ആ ചോദ്യം ഒന്ന് എഴുതാവേ. 2 5/6 പ്ലസ് 1 3/4 പ്ലസ് 4 2/3. കേട്ടല്ലോ? ഈ മിശ്രഭിന്നങ്ങളെല്ലാം കൂട്ടാനല്ലേ കുഞ്ഞുങ്ങളെ അവർ ചോദിച്ചേക്കുന്നേ? ആണല്ലോ. ഈ മിശ്രഭിന്നങ്ങളെല്ലാം കൂട്ടാനാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ മുറിച്ചെഴുതാം അല്ലേ? 2 + 5/6 ആണല്ലോ. പ്ലസ് ഈ പ്ലസ് ആണ് ഇപ്പൊ ഇട്ടത്. ഓക്കെ,
1 + 3/4 1/4 അങ്ങനെയല്ലേ മുറിക്കുന്നേ, പ്ലസ് 4 + 2/3. ക്ലിയർ ആണ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആക്ച്വലി ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല മക്കളെ. ഇനി ഞാൻ ഓരോ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നത് കൊണ്ട് അങ്ങ് എഴുതിയെന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലെ പൂർണ്ണസംഖ്യകളെ എല്ലാം കൂടെ കൂട്ടാം. ഇത് പൂർണ്ണസംഖ്യ, ഇത് പൂർണ്ണസംഖ്യ, ഇത് പൂർണ്ണസംഖ്യ. കൂട്ടുമ്പം 2 1 3, 3 4 7 എന്ന് കിട്ടും. പ്ലസ് ഇനി ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടി എഴുതാം. ഇതൊരു ഭിന്നസംഖ്യ, ഇതൊരു ഭിന്നസംഖ്യ, ഇതൊരു ഭിന്നസംഖ്യ. ഇവന്മാരെ എല്ലാം കൂടെ കൂട്ടി എഴുതാം. ഇവന്മാരെ എല്ലാം കൂടെ കൂട്ടി എഴുതുമ്പം എന്തൊക്കെ വരും? 5/6 ശരിയാണോ? പ്ലസ് 3/4, ഓക്കെ, പ്ലസ് 2/3 വരും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ ഇത്രയും ചെയ്തത്? ഇല്ല. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഭിന്നസംഖ്യകൾ കൂട്ടാൻ തൊട്ടു മുമ്പ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടണം മക്കളെ. ആ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടണം. ശരി, ആ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടാം. ഭിന്നസംഖ്യകൾ കൂട്ടാൻ ഞാൻ ഈ സൈഡിലേക്ക് അത് കൂട്ടാം സെപ്പറേറ്റ് ആയിട്ട്. ഭിന്നസംഖ്യകൾ കൂട്ടാൻ 3 അതിൽ കൂടുതലോ ഭിന്നസംഖ്യകൾ കൂട്ടേണ്ട വന്നാൽ താഴെ കിടക്കുന്നതിന്റെ എല്ലാം LCM കണ്ടിട്ട് ചെയ്യണം എന്നല്ലേ നമ്മൾ പറഞ്ഞേ? ഇവിടെ താഴെ കിടക്കുന്നത് ഏതൊക്കെയാ? 6 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. ഇതിന്റെ എല്ലാം LCM കാണണം. LCM മനക്കണക്കായിട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് ഓൾറെഡി വീഡിയോ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇതേ വീണ്ടും പറയുന്നു, നമ്മുടെ പ്ലേലിസ്റ്റ് കാപ്പൻ സൈനിങ് സൊല്യൂഷന്റെ പ്ലേലിസ്റ്റിന്റെ അകത്ത് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് LDC മാത്സ് 2027 അല്ലെങ്കിൽ LPUP മാത്സ് 2027ന്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഹൗ ടു ഫൈൻഡ് LCM ഈസിലി എന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട്, കണ്ടേക്കണം. അതിന്റെ ബേസിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇവിടെ LCM കാണാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെക്നിക്ക് നമുക്കറിയാം. 4ന്റെയും 3ന്റെയും LCM 12 ആണ്, കാരണം അതിന് കോമൺ ഫാക്ടർ ഇല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ LCM 12. ഇനി 6ന്റെയും 12ന്റെയും LCM 12 തന്നെയാണ്, കാരണം ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണ് വലിയ സംഖ്യയെങ്കിൽ വലിയ സംഖ്യയാണ് LCM എന്ന് പഠിച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 3 സംഖ്യകളുടെ LCM 12 ആണ്. അത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യരുത്, മനക്കണക്കായിട്ട് ചെയ്യണം, മസ്റ്റ് ആണ്. അപ്പം ഇതിന്റെയും LCM 4ന്റെയും 3ന്റെയും 12, കാരണം കോമൺ ഫാക്ടർ ഇല്ലാത്ത സംഖ്യകളുടെ LCM കാണാൻ തമ്മിൽ ഗുണിച്ചാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ LCM 12. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെ LCM 12 ആണെങ്കിൽ ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ 6ന്റെയും 12ന്റെയും 12 തന്നെയാണ്. കാരണം 6ഉം 12ഉം ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണ് വലിയ സംഖ്യയെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും LCM എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ LCM എനിക്ക് 12 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ഉത്തരത്തിന്റെ താഴ്വശം. ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ 12 കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യനെ ഗുണിക്കണം. 12 കൊണ്ട് ഞാൻ 5/6നെ ഗുണിക്കുമ്പം ഈ 6ഉം ഈ 12ഉം വെട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ 2 വരും. 2 × 5 10 ഇവിടെ കിട്ടും. പ്ലസ് ചിഹ്നം വിട്ടു. ഇനി അതേ 12 കൊണ്ട് ഞാൻ 3/4നെ ഗുണിക്കുക. ഇതും വെട്ടിപ്പോയി 3 തവണ 3 × 3 9 എന്ന് കിട്ടും. പ്ലസ് അതേ 12 കൊണ്ട് അടുത്ത ഭിന്നസംഖ്യയെ ഗുണിക്കണം. 12 × 2/3 ഇതും വെട്ടിപ്പോകും. 4 × 2 8 എന്ന് കിട്ടും. ഇതാണ് മുകളിലത്തെ ഉത്തരങ്ങൾ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇത് ഒന്നുകൂടെ കൂട്ടി എഴുതുവാണെങ്കിൽ 10ഉം 9ഉം 19 വെട്ടും 27/12 എന്നാണ് വരുന്നത്. 27/12. 27/12 എന്നത് നമുക്ക് ഒന്നും കൂടെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും ഭിന്നസംഖ്യയിൽ എഴുതുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് മക്കളെ എഴുതുന്നത്. അപ്പൊ ഇതിനെ ഒന്നും കൂടെ വെട്ടിക്കളയാൻ പറ്റും. നമുക്കിത് 3 വെച്ച് വെട്ടിയാൽ 9 തവണ വരും. ഇത് 3 വെച്ച് വെട്ടിയാൽ 4 തവണ വരും. സോ 9/4 എന്ന് കിട്ടും. ചുരുക്കത്തിൽ 9/4. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും നേരം ചെയ്തത് ഈ 3 ഭിന്നസംഖ്യകൾ കൂട്ടുന്ന സ്റ്റെപ്പുകളാണ്. ഇത്രയും ചെയ്തത് ഈ 3 ഭിന്നസംഖ്യകൾ കൂട്ടുന്ന സ്റ്റെപ്പുകളാണ്. ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ബേസിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സാവകാശമാണ് പറഞ്ഞത്. നമ്മൾ താഴെ കിടക്കുന്നതിന്റെ എല്ലാ LCM കണ്ടു, അത് 12. ആ LCM കൊണ്ട് ഓരോ ഭിന്നസംഖ്യകളെയും ഗുണിച്ചു. അപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ മുകളിൽ എഴുതി കൂട്ടി 27/12 എന്ന് കിട്ടി. 3 വെച്ച് വെട്ടിക്കളഞ്ഞ് 9/4 എന്ന്. ഓക്കെ, ഇനി നമുക്കറിയാം ബാക്കി ചെയ്യാൻ. നമ്മൾ ബാക്കി ചെയ്യുമ്പം ശ്രദ്ധിച്ചോണേ, നമ്മൾ മുമ്പേ ഇട്ട 7 അവിടെ കിടപ്പുണ്ട്. പ്ലസ് ഈ ഭിന്നസംഖ്യകളെല്ലാം കൂട്ടിയതിന്റെ ഉത്തരം നമുക്ക് കിട്ടി 9/4 ആണോ? അപ്പൊ 7 + 9/4 എന്ന് എഴുതി. ഇത് കാണുമ്പോഴേ നിങ്ങൾ എല്ലാവരും ചാടിക്കേറി ഉത്തരം 7 9/4 എന്ന് എഴുതും എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് തെറ്റാണ്. അതെന്നെ പരിപാടിയാ സാറേ എന്ന് ചോദിക്കരുത്, തെറ്റാണ് മക്കളെ. നമുക്കറിയാം മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഡെഫിനിഷൻ പഠിച്ചേ? മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും ചേർന്ന രൂപമാണ്. ഇത് ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും ചേർന്നതാണോ? 9/4 ഒരു സാധാരണ ഭിന്നമാണോ? കണ്ടോ? ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? വേണ്ടേ? ഓക്കെ, അപ്പൊ 7 + 9/4 എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യ സാധാരണ ഭിന്നവും ചേർന്ന രൂപമല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതിയാൽ തെറ്റാ മക്കളെ. ഇതൊരു മിശ്രഭിന്നമല്ല. മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും ചേർന്ന രൂപമാണേ. കണ്ടോ?
അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല, അത് തെറ്റാണ് എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് ചെയ്യാനുള്ള മാർഗം ശ്രദ്ധിച്ചോ, നമ്മൾ ചെയ്യുന്നത് ഈ 9/4 ഇല്ലേ മക്കളെ, ഈ 9/4 ശ്രദ്ധിക്കണേ, ഈ 9/4 ഒരു വിഷമ ഭിന്നമല്ലേ മക്കളെ? ഈ 9/4 എനിക്കൊരു മിശ്ര ഭിന്നമാക്കി എഴുതാൻ പറ്റിയല്ലേ? വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കാൻ പഠിച്ചല്ലോ. 9/4 മിശ്ര ഭിന്നമാക്കുമ്പം 9ൽ 4 എത്ര തവണ? 2 തവണയുണ്ട്. 8 വരെ, ബാക്കി ശിഷ്ടം 1. 1/4 2.25 എന്നല്ലേ കിട്ടുന്നേ? 9/4 എന്ന വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുമ്പം നമുക്ക് കിട്ടുന്നത് 2.25 എന്നാ. ഹരിക്കണോ ഞാനത്? മനക്കണക്കായിട്ട് ചെയ്യണേ. ഇനി തീരെ അറിയത്തില്ലാത്ത പാവം കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി ഹരിക്കാം. 9നെ 4 കൊണ്ട് ഹരിച്ചു, 2 തവണ 8 വരെ, ബാക്കി ശിഷ്ടം 1. കണ്ടോ? ഇതാണ് ഹരണഫലം. ഇത് ആദ്യം എഴുതി. ഇതാണ് ശിഷ്ടം, അത് മുകളിൽ കയറ്റി എഴുതി. 4 കൊണ്ടാണ് ഹരിച്ച്, അത് താഴെ എഴുതി. ഓക്കെ. അപ്പൊ ഈ 9/4 സ്ഥാനത്ത് 7 അങ്ങനെ തന്നെ എഴുതി. 9/4 സ്ഥാനത്ത് 2.25 എന്ന് കൊടുക്കാം. ശരിയാണോ മക്കളെ? ആണ്. ഓക്കെ. ഇനി ബാക്കി ചെയ്യുമ്പോൾ 7 പ്ലസ് 2.25 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് കാലാണെന്ന് നമുക്കറിയാലോ, ഇല്ലേ? കണ്ടോ? ഇനി 7ഉം 2ഉം കൂട്ടി എഴുതാലോ. 9 പ്ലസ് കാൽ എന്ന് വരികയല്ലേ? 9 പ്ലസ് കാൽ എന്ന് പറഞ്ഞാൽ ഉത്തരം 9.25 ആണ്. ഇത്രയേ സ്റ്റെപ്പ് ചെയ്യണ്ട കേട്ടോ. ഞാനിതേ അറിയത്തില്ലാത്ത കുട്ടികളുണ്ടല്ലോ എന്നോർത്ത് ഓരോ ചെറിയ സ്റ്റെപ്പും വലിച്ചു വാരി ചെയ്തത് കൊണ്ടാണ് ഇത്രയും വന്നത് മക്കളെ. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന, അത്യാവശ്യമൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ റെക്കോർഡൊക്കെ കാണുമ്പോൾ സ്പീഡ് കൂട്ടിയാൽ കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്തറിയാന്ന് പറഞ്ഞാലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ കുറേ പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും. കേട്ടല്ലോ? ഇത് മനസ്സിലായോ? പറയാം ഷമീമ. യെസ് എൻ്റെ അമ്മോ. ആ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് പറയാം. ശരി, എല്ലാവരും ശ്രദ്ധിച്ചോ മക്കളെ. നമ്മളുണ്ടല്ലോ, എന്തേലും അറിയാമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ചില ചോദ്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അതെല്ലാം ചെയ്ത് പഠിക്കണം നമ്മുടെ ബുക്കിൽ. 400 പേജിന്റെ ബുക്ക് മേടിച്ചോ എല്ലാവരും? ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, ഊടായി പറക്കരുതേ. 400 പേജിന്റെ ബുക്ക് മേടിക്കണം, ബുക്കിന്റെ ഫ്രണ്ടിൽ നമ്മുടെ സിലബസ് എഴുതി വെക്കണം. ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇനി ചെക്ക് ചെയ്യും. ഇടയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയും. ഞാൻ സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റ് അറിയാലോ. കലിപ്പനാണ് ഞാൻ, കലിപ്പൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. കലിപ്പിനെ കണ്ടാച്ചാലും മതി അല്ലേ? ശരി, അപ്പൊ അതൊക്കെ ബുക്ക് മേടിച്ച് എഴുതിക്കോണം. നോട്ട് പറയുന്നതിലൊന്നും ഉടായ്പ കാണിക്കരുത്, വൃത്തിയായിട്ട് ചെയ്തോണം. ശരി, ഒന്നുകൂടെ ഞാൻ ഓടിച്ച് പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഒരു പണി ചെയ്യാം. ഓക്കെ, വേണ്ട, ഷമീമ ഒന്നും കൂടെ പറഞ്ഞേക്കാം. ഷമീമ പറഞ്ഞാലേ, ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ പറയാവേ, വേഗം കേട്ടോ, ശ്രദ്ധിച്ചു. ഇതാണ് നമ്മുടെ ചോദ്യം. 2ഉം 5/6, 1ഉം 3/4, 4ഉം 3/2, 2/3. ഇതില് വെരി ഗുഡ് ആതിര, അങ്ങനെ വേണം കേട്ടോ. വാങ്ങി പറയുന്നതൊക്കെ അനുസരിക്കണം. അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മൾ ഇത്രയും വർഷം പഠിപ്പിച്ചതിന്റെ എക്സ്പീരിയൻസിലാണ് ഓരോന്ന് പറയുന്നത്. ഇന്നത് ചെയ്യണം, ഇങ്ങനെ പഠിച്ചോണം, അപ്പം നല്ല എളുപ്പമാകും എന്ന് പറയാൻ കാരണം അതാ കേട്ടോ. ശരി മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോ, വേഗം കേട്ടോ. ഇനി ഞാൻ ഇതിനെ മുറിച്ചെഴുതിയതാണിത്. 2ഉം 5/6 മുറിച്ചെഴുതി. ഇതിനെ മുറിച്ചെഴുതിയതാണിത് മക്കളെ. ഇതിനെ മുറിച്ചെഴുതിയതാണിത്. കേട്ടല്ലോ? അതായത് നമുക്കറിയാം 2ഉം 5/6 മുറിച്ചെഴുതാൻ 2 + 5/6 ആണ്. ഇത് 1 + 3/4 ആണ്. ഇത് 4 + 2/3 ആണ്. ഇനി പൂർണ്ണസംഖ്യകൾ എല്ലാം കൂടെ കൂട്ടി. ഇതും പൂർണ്ണസംഖ്യകളാണ്. കൂട്ടിയപ്പോൾ 7 കിട്ടി. ഇത് ഭിന്നസംഖ്യയാണ്, ഇതും ഭിന്നസംഖ്യയാണ്. ഈ ഭിന്നസംഖ്യകളെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി കൂട്ടുമ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിപ്പിച്ചതാണ്. സോ താഴെ കിടക്കുന്നതിന്റെ എല്ലാ LCM കാണണം. 12 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് ഇത്. 12 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് ഇത്. 12 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് ഇത്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയപ്പം 27 വന്നു, /12 എന്ന് വന്നു. എപ്പോഴും ഭിന്നസംഖ്യകൾ സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ എഴുതാറ്. വെട്ടിച്ചെറുതാക്കി ഇപ്പം 9/4 എന്ന് കിട്ടി. ഇത്രയത്തിന്റെ ഉത്തരം. അപ്പൊ ഇത്രേതിന്റെ സ്ഥാനത്ത് 9/4 എന്ന് കൊടുത്തു. കണ്ടോ? 7 അവിടെ കിടപ്പുണ്ട്, പ്ലസ് ഇത്രേതിന്റെ ഉത്തരം 9/4 അല്ലേ? 9/4 കൊടുത്തു. കണ്ടോ? ഇനി മക്കളെ, ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതാൻ പറ്റില്ല. എന്താ കാരണം? മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും ചേർന്നതാണ്. അപ്പൊ ഇതൊരു വിഷമ ഭിന്നമല്ലേ? ഇതിനെ ഞാൻ സാധാരണ ഭിന്നമാക്കി മാറ്റി. കണ്ടോ? ഇത് 2.25 ചെയ്ത സ്റ്റെപ്പാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇനി 7 + 2.25 എന്നായി. 7ഉം 2ഉം കൂടെ കൂട്ടി 9 ഈ പ്ലസ് കാല്. 2.25 മുറിച്ച് എഴുതിയതാണ് ഈ കാണുന്നത്. 2.25 എന്ന് പറഞ്ഞാൽ 2 + 4 7ഉം 2ഉം 9 + 4 9.25 എന്ന് കിട്ടും. അതേ മോഡൽ ചോദ്യമാണ് അടുത്തത് കേട്ടോ. നമുക്ക് നോക്കാം. സെയിം മോഡൽ നിങ്ങൾ തന്നെ വേഗം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, 4 1/3 പ്ലസ് 5 1/2 പ്ലസ് 3 1/3 ഇതാണ് ചെയ്യേണ്ടത്.
വേഗം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചെയ്തു തുടങ്ങുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. ശരി, ഇവിടെ നമ്മൾ ചെയ്യുമ്പം ആദ്യം പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ കൂട്ടാം അല്ലേ. ഇനി നമ്മൾ കുറച്ചുകൂടെ സ്റ്റെപ്പ് ചുരുക്കാൻ പോവാം. ഓക്കെ, നമുക്കറിയാം ഇതിനെ ഓരോന്നിനെയും മുറിച്ച് എഴുതുമ്പം 4 + 1/3 എന്ന് വരും അല്ലേ, പ്ലസ് 5 + 1/2 എന്ന് വരും. ക്ലിയർ ആണോ? പ്ലസ് 3 + 1/3 എന്ന് വരും. പക്ഷെ ഇതാണ് മുറിച്ച് എഴുതുമ്പോൾ വരുന്നത്. ഇത് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല, ഈ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കുവാണ്. കേട്ടല്ലോ? എന്നിട്ട് നമ്മൾ പൂർണ്ണസംഖ്യകൾ ആദ്യം കൂട്ടുവാണ്. ഇത് 3 പൂർണ്ണസംഖ്യകൾ. 4 5 9 3 12 എന്ന് കിട്ടി. ശരിയല്ലേ? പ്ലസ് ഇനി ഭിന്നസംഖ്യകൾ ഓരോന്നും കൂട്ടുവാണ്. 1/3 പ്ലസ് 1/2 പ്ലസ് 1/3 എന്ന് വരും. കേൾക്കുന്നുണ്ടല്ലോ മക്കളെ? ശരി, ഇനി ഈ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടണം. ഒന്നെങ്കിൽ 1/3 1/3 കൂടെ കൂട്ടിയിട്ട് 2/3 എന്ന് എഴുതി പ്ലസ് 1/2 ചെയ്യാം. അല്ലെങ്കിൽ ഇത് 3 ആയതുകൊണ്ട് 3ന്റെയും കൂടെ LCM കണ്ടിട്ട് ചെയ്യാം. ഇതേ ഞാൻ ഈ സൈഡിലേക്ക് മാറ്റി ചെയ്യുവാണേ. താഴെ കിടക്കുന്നത് 3ഉം 2ഉമാണ്. 3ന്റെയും 2ന്റെയും LCM 6 ആണ്. എങ്ങനെ 6 കിട്ടി? 3നും 2നും കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തമ്മിൽ ഗുണിച്ചാൽ LCM കിട്ടുന്നു പഠിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ? അപ്പൊ LCM 6 ആണെങ്കിൽ ഉത്തരത്തിന്റെ താഴ്വശം 6, മുകൾ വശം കാണാൻ ഓരോന്നിനെയും 6 കൊണ്ട് ഗുണിക്കണം. ആദ്യം ഞാൻ 1/3നെ 6 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇതും വെട്ടിപ്പോകും, 2 കിട്ടും. ആ 2 ഇങ്ങോട്ട് എഴുതി വെച്ചു. പ്ലസ് പിന്നെ 1/2നെ 6 കൊണ്ട് ഗുണിച്ചു. മക്കളെ 1/2നെ 6 കൊണ്ട് ഗുണിച്ചു. കണ്ടോ? 6 കൊണ്ട് 1/2നെ ഗുണിച്ചു. ഇതും വെട്ടിപ്പോകും, 3 കിട്ടും. 3 പ്ലസ് പിന്നെ 1/3നെ വീണ്ടും 6 കൊണ്ട് ഗുണിച്ചു. 1/3നെ വീണ്ടും 6 കൊണ്ട് ഗുണിച്ചു. ഇതും വെട്ടിപ്പോകും, 2 കിട്ടും. എല്ലാം കൂടെ കൂട്ടുമ്പം എത്ര കിട്ടും? 2 3 5 7/6 എന്ന് കിട്ടും. 7/6 എന്ന് കിട്ടും. 7/6. ശരി, അപ്പൊ ഈ 12 അവിടെ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടിയാൽ 7/6 ആണ് വരുന്നത് അല്ലേ. ഇതിനെ നമുക്ക് ചേർത്ത് 12ഉം 7/6 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇതൊരു മിശ്ര ഭിന്നമല്ല. മിശ്ര ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും ചേർന്ന രൂപമാണ് അല്ലേ മക്കളെ. അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം. അപ്പൊ പിന്നെ എന്താ മാർഗം? 7/6നെ നമുക്ക് എന്താക്കി മാറ്റാം? മിശ്ര ഭിന്നമാക്കി മാറ്റാം. 7നെ 6 കൊണ്ട് ഹരിക്കുമ്പം ഒരു തവണയാണ് 6. 6 കഴിഞ്ഞ് ബാക്കി ശിഷ്ടം 1 ആണ്. 1/6 എന്ന് കിട്ടും. 1ഉം 1/6. എങ്ങനെയാ ചെയ്തതെന്ന് സൈഡിലേക്ക് ചെയ്തേക്കാം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി. 7നെ 6 കൊണ്ട് ഹരിച്ചു ഒരു തവണ 6, ബാക്കി ശിഷ്ടം 1. കിട്ടിയ ഹരണഫലം 1. അതാണ് ഈ ആദ്യം എഴുതിയേക്കുന്നത്. ശിഷ്ടം 1 അതാണ് ഈ മുകളിൽ എഴുതിയേക്കുന്നത്. 6 കൊണ്ട് ഹരിച്ച് അതാണ് താഴെ എഴുതിയേക്കുന്നത്. അപ്പൊ ബാക്കി 12 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 7/6ന്റെ സ്ഥാനത്ത് 1ഉം 1/6 എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? സോ 12 പ്ലസ് 1ഉം 1/6 എന്ന് പറഞ്ഞാൽ 1 + 1/6 എന്ന ഉത്തരം. ഇത് തമ്മിൽ കൂട്ടി അപ്പൊ 13 കിട്ടി. 13 + 1/6 എന്ന് വരും. അപ്പൊ അതിനെ ചേർത്ത് 13ഉം 1/6 എന്ന് എഴുതാൻ പറ്റും. കണ്ടോ? ചെയ്തത് വ്യക്തമാണോ എന്ന് പറഞ്ഞേ.